ഒരു കറുത്ത ലക്ഷറി കാർ, മുഖം മറച്ച കറുത്ത മാസ്ക്, ചുറ്റും പോലീസിന്റെ കനത്ത സുരക്ഷാ വലയം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു നേതാവിന്റെ മകൾക്കും ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള സുരക്ഷാ കോട്ടയും ഭേദിച്ച് ഒടുവിൽ ആ രാജകുമാരി പുറത്തേക്ക് വന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതീവ രഹസ്യമായ ചോദ്യം ചെയ്യൽ മുറിയിൽ മണിക്കൂറുകളോളം ഇരുന്നിട്ടും പുറത്തേക്ക് വരുമ്പോൾ അവരുടെ മുഖത്ത് യാതൊരു പരിഭ്രമവുമില്ല, ലവലേശം പോലും ഭയമില്ല. അതീവ ശരിക്കും പറഞ്ഞാൽ കൂളായിട്ട് അവർ വണ്ടിയിലേക്ക് കയറി പോകുമ്പോൾ കേരളം ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു, ഇത് വെറുമൊരു അഴിമതി കഥയൊന്നും അല്ല. ഇത് മുൻ ഭരണകൂടത്തിന്റെ അടിത്തറ തന്നെ ഇളക്കിയ ഒരു വൻ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ ക്ലൈമാക്സ് സീനാണ്. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. നമ്മൾ കാണുന്ന ഈ കൂൾ ലുക്കിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. നേതാവിൻ്റെ മകൾക്ക് കാവലൊരുക്കാനും കേന്ദ്ര ഏജൻസിയുടെ റെയ്ഡിനെ പ്രതിരോധിക്കാനും അടിച്ച് നിലം പരിശാക്കാനും ആവേശത്തോടെ ഓടിയെത്തി നിയമം കയ്യിലെടുത്ത പാർട്ടിയുടെ ആ പാവം അടിമകൾ ഇപ്പോൾ എവിടെയാണ്? അവർ ഇപ്പോഴും അഴിക്കുള്ളിലല്ലേ? നേതാക്കളുടെ മക്കൾ കറുത്ത ലക്ഷറി കാറിൽ ഇങ്ങനെ AC കാറിലൊക്കെ ഇരുന്ന് സുഖിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും ഒഴുക്കിയ അണികൾക്ക് ജാമ്യം പോലും ഇല്ലാതെ ലോക്കപ്പിലെ കൊതുകുകടി ഏൽക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് വെറൊരു വാർത്തയല്ല, കോളിളക്കം സൃഷ്ടിച്ച മാസപ്പടി കേസിൽ വീണ വിജയന്റെ ഈ കൂൾ ഭാവം എത്ര ദിവസത്തേക്ക് കൂടി ഉണ്ടാകും? കേന്ദ്ര ഏജൻസിയായ SFIO കൈമാറാൻ പോകുന്ന ആ 134 അതീവ രഹസ്യ രേഖകൾ ഏതൊക്കെയാണ്? കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് തവണ കേട്ട് തഴമ്പിച്ചൊരു പ്രശസ്തമായിട്ടുള്ള ഒരു ക്യാപ്റ്റന്റെ വചനമുണ്ട്, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയപ്പെടേണ്ടതില്ല. അതെ, ഭരണകസേര ഒഴിഞ്ഞെങ്കിലും മടിയിൽ ഒട്ടും കനമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ വീണ വിജയൻ ലവലേശം ഭയമില്ലാതെ ED ഓഫീസിലേക്ക് നട്ടെല്ലും നിവർത്തി ഇങ്ങനെ കയറിപ്പോകുന്നത്. പക്ഷേ സാധാരണക്കാരനായ ഒരു മലയാളിക്ക് തോന്നുന്ന ചില കുരുട്ട് ചോദ്യങ്ങളുണ്ട്. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ED ഓഫീസിന് ചുറ്റും ഇത്രയും വലിയ പോലീസ് പടയെ കാവൽ നിർത്തിയത്? മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അതിനെതിരെ കോടതികളിൽ ലക്ഷങ്ങൾ കൊടുത്ത് വക്കീലന്മാരെ വെച്ച് സ്റ്റേ വാങ്ങാൻ നോക്കിയത്? മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അണികൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ കേന്ദ്ര ഏജൻസികൾ എത്തുമ്പോൾ ഇത്രത്തോളം രോഷാകുലരാകുന്നത്? ഇവിടെയാണ് സഖാക്കളെ നിങ്ങളുടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സമത്വം കാണേണ്ടത്. പാർട്ടിയുടെ പുതിയ നയരേഖ പ്രകാരം സമത്വം എന്നത് വളരെ ലളിതമാണ്. നേതാക്കളുടെ മക്കൾക്ക് വിദേശത്തും സ്വദേശത്തും വൻകിട ബിസിനസ്സുകൾ നടത്താം. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും നൽകാത്ത സേവനങ്ങൾക്ക് കൃത്യമായി മാസപ്പടി വാങ്ങാം. കേന്ദ്ര ഏജൻസികൾ വിളിച്ചാൽ ചോദ്യം ചെയ്യലിന് ശേഷം സുരക്ഷിതമായി കറുത്ത കാറിൽ വീട്ടിലേക്ക് പോകാം. എന്നാൽ ഇതേ നേതാക്കൾക്ക് വേണ്ടി തെരുവിലിറങ്ങി ED ഉദ്യോഗസ്ഥരെ തല്ലാൻ പോയ കിരണും ഷഫീഖും വൈശാഖും ഒക്കെ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോഴും കോടതിയുടെ തിണ്ണ കയറി നിരങ്ങുകയാണ്. പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുന്നത് ഈ പാവം പിടിച്ച അണികൾക്ക് ജാമ്യം നൽകരുത് എന്നാണ്. AC മുറിയിലിരുന്ന് വിപ്ലവത്തിന്റെ അന്തർദേശീയ തലങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന പോസ്റ്റിടുന്ന നേതാക്കൾ ഈ അണികളെ ഇപ്പോൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഇതാണോ നിങ്ങൾ പറഞ്ഞ തൊഴിലാളി വർഗ സർവാധിപത്യം? മുതലാളിമാരുമായി കോടികളുടെ ഡീൽ ഉണ്ടാക്കുമ്പോൾ നേതാക്കളുടെ മക്കൾ മുന്നിലും അതിൻ്റെ പേരിൽ EDയെ തല്ലാൻ പോകുമ്പോൾ അണികൾ ജയിലിലും. എന്ത് തരത്തിലുള്ള എന്ത് മനോഹരമായ വിപ്ലവ സമവാക്യമാണല്ലേ! എങ്കിലും നമുക്ക് ഈ കേസിൻ്റെ ചില വിശദ വിവരങ്ങളിലേക്കൊന്ന് കടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വീണ കുടുങ്ങുമോ? പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് അഥവാ നമ്മുടെ ഇത്രയും നാളിങ്ങനെ ആവർത്തിച്ച CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനി ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന്റെ IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷന് 3 വർഷത്തിനിടെ 1.72 കോടി രൂപ നൽകി എന്നതാണ് നിലവിൽ പുറത്തു വന്ന കേസ്. ഇതിലെന്താണ് തെറ്റ് എന്ന് പാർട്ടി ന്യായീകരണ തൊഴിലാളികൾ ഞാനിപ്പോൾ പറഞ്ഞാലും ഉത്തരം വിശദീകരിച്ചാലും ചോദിക്കും. അവർക്കുള്ള ഉത്തരവല്ല കേട്ടോ ഇത്. ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസിന്റെ ഭാഗമായി പണം നൽകുന്നത് സ്വാഭാവികമാണ്, തീർച്ചയായും സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെയാണ് കളി തിരിയുന്നത്. ഇൻകം ടാക്സ് ഇൻട്രിം സെൻട്രൽ ബോർഡിൻ്റെ ITISB കണ്ടെത്തലനുസരിച്ച് എക്സാലോജിക് കമ്പനി CMRLന് യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും നൽകിയിട്ടില്ല. ഒന്നാമത്തെ ഡാറ്റ അഥവാ ഒന്നാമത്തെ തെളിവ്, ഈ ഒരു സേവനവും നൽകാതെയാണ് ഈ 1.72 കോടി രൂപ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയത്. ഡാറ്റ നമ്പർ 2 അഥവാ തെളിവ് നമ്പർ 2 CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ നൽകിയ മൊഴി പ്രകാരം അക്കാലത്ത് അധികാരത്തിലിരുന്ന പ്രമുഖനായ വ്യക്തിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ഈ പണം
വീണയ്ക്ക് ലഭിച്ചത്. ഡാറ്റ നമ്പർ 3 അഥവാ തെളിവ് നമ്പർ 3, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ശക്തിയുടെ തണലിലാണ് ഈ പണമിടപാടുകൾ നടന്നതെന്ന സംശയമാണ് കേന്ദ്ര ഏജൻസികളെ ഇതിലേക്ക് നയിച്ചത്. അപ്പോൾ ചോദ്യം ചെയ്യലിൽ CMRL കമ്പനിയുമായി എക്സാലോജിക് ഉണ്ടാക്കിയ കരാറുകൾ ഉൾപ്പെടെയുള്ള ചില രേഖകൾ വീണ വിജയൻ EDക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് സൂചന. അവർ ED ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിരത്തിയത് തങ്ങൾ കൃത്യമായി സേവനം നൽകിയിട്ടുണ്ടെന്ന പതിവ് വാദങ്ങളാണ്. എന്നാൽ ഈ വിശദീകരണങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കാരണം ഡിജിറ്റൽ യുഗത്തിൽ വെറും പേപ്പർ കരാറുകൾ കൊണ്ട് മാത്രം ഒരു സാമ്പത്തിക ഇടപാടിനെയും ന്യായീകരിക്കാൻ സാധിക്കില്ല. ഓർക്കണം, ഈ സോഫ്റ്റ്വെയർ ഇടപാടുകൾ യാതൊരു തെളിവില്ലാതെ ഇരിക്കുന്നതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇനി നമുക്ക് ഈ കഥയിലെ ഏറ്റവും വലിയ സസ്പെൻസിലേക്ക് ഒന്ന് കിടക്കാം. കഥയിലെ യഥാർത്ഥ വില്ലൻ അല്ലെങ്കിൽ വില്ലൻ്റെ അന്തകൻ എന്ന് വിളിക്കാവുന്ന മറ്റൊരു കേന്ദ്ര ഏജൻസി കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. SFIO അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതായത് ഫ്രോഡിനെ തുരത്താനുള്ള ഓഫീസ്. തമാശ പറഞ്ഞതാണ്. ഏതായാലും കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും മാരകമായ ട്രാക്ക് റെക്കോർഡുള്ള ഏജൻസിയാണിത്. SFIO ഈ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം വർഷങ്ങളായി അതീവ രഹസ്യമായ വലിയ തോതിലുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ചുമ്മാ കൈയും കെട്ടിയിരിക്കുകയായിരുന്നില്ല. നമ്മൾ തുടക്കത്തിൽ മാസപ്പടി പുറത്തു വന്ന സമയത്തൊക്കെ SFIOയുടെ കുറിച്ച് ഒരുപാട് കേട്ടതാണ് അല്ലേ. എന്തായാലും CMRLന്റെ ഓഫീസുകളിലും ബാങ്ക് ശാഖകളിലും എക്സാലോജിക്കിന്റെ രേഖകളിലും നടത്തിയ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം SFIO ശേഖരിച്ചത് ഒന്നല്ല രണ്ടല്ല കൃത്യം 134 സുപ്രധാന രേഖകളാണ്. ഈ 134 രേഖകൾ ഇന്ന് EDയുടെ കൈകളിൽ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഈ 134 രേഖകളിലുള്ളത്? ഇവിടെയാണ് ത്രില്ലർ സിനിമകളൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ട്വിസ്റ്റ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിസ്സാര കളിയൊന്നും അല്ല ഈ എമാന്മാർ കളിക്കുന്നത്. ഡിലീറ്റ് ചെയ്യപ്പെട്ട ഡിജിറ്റൽ തെളിവുകളിലുണ്ട്. അതായത് എക്സാലോജിക് കമ്പനിയുടെ സെർവറുകളിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് കരുതിയ പല സുപ്രധാന ഇമെയിലുകളും ചാറ്റുകളും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ SFIO വീണ്ടെടുത്തു കഴിഞ്ഞു. 2 ബാങ്ക് ഇടപാടുകളിലെ കൃത്യമായ റൂട്ട് മാപ്പ്. കൈക്കൂലി ആണെങ്കിലും എല്ലാം ബാങ്ക് വഴി നടത്തിയിട്ടുള്ളൂ. CMRL നിന്നും പണം എങ്ങനെയൊക്കെ എക്സാലോജിക്കിലേക്ക് എത്തി, അത് പിന്നീട് ഏതെല്ലാം വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് പോയി, അതിൻ്റെയൊക്കെ കൃത്യമായ ട്രയൽ ഉണ്ട്. ഇനി 3 വ്യാജ കരാറുകൾ മുൻകാല പ്രാബല്യത്തോട് നിർമ്മിച്ചെടുത്തതാണ് ചില സേവന കരാറുകൾ എന്ന് തെളിയിക്കുന്ന ഫോറൻസിക് ലാബ് റിപ്പോർട്ടുകൾ. ED ഈ രേഖകളൊക്കെ മേശപ്പുറത്ത് വെച്ച് ഓരോന്നോരോന്നായി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതുവരെ നൽകിയ കൂൾ വിശദീകരണങ്ങൾ പലതും അതോടെ തകർന്നടിയും. മാടത്തിൻ്റെ ആ ഒരു എല്ലാം അവിടെ വീണുടയും. എന്തായാലും അക്കൗണ്ടുകളിലേക്ക് വന്ന പണത്തിൻ്റെ കണക്കുകൾക്ക് ഡിജിറ്റൽ തെളിവുകൾ സംസാരിക്കുമ്പോൾ വെറും വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കില്ല. അവിടെ കിടന്ന് 3-4-5 ഇംഗ്ലീഷ് വാക്കുകൾ പറയാന്നേ ഉള്ളൂ. എന്തായാലും വീണ വിജയൻ EDക്ക് നൽകിയ മൊഴികളും ഈ 134 പുതിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ ചോദ്യം ചെയ്യലിൻ്റെ അടുത്ത ഘട്ടം കഠിനമായിരിക്കും. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നടന്ന ആ അക്രമ സംഭവത്തിലേക്ക് ഒന്ന് വീണ്ടും വരാം. മാസപ്പടി അന്വേഷണത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ വാർത്ത മുമ്പും ചർച്ച ചെയ്തതാണ്. ആ അണികൾ ക്രൂരമായി ആക്രമിച്ച വാർത്ത നമ്മൾ ഒരുപാട് കണ്ടു. കേന്ദ്ര ഏജൻസിയെ ഭയപ്പെടുത്തി ഓടിക്കാം എന്ന ചിന്തയിലായിരിക്കും ചില പ്രാദേശിക നേതാക്കൾ ഈ നിർദ്ദേശപ്രകാരം ആക്രമണമൊക്കെ നടന്നത്. പോലീസ് ഇപ്പോൾ 1 മുതൽ 25 വരെയുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. സംഭവസ്ഥലത്ത് നേരിട്ടെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ പ്രതികളായ കിരൺ, ഷഫീഖ്, വൈശാഖ് എന്നിവരുടെ ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. അപ്പോൾ അടിമകൾക്ക് എന്താണോ പറയാനുള്ളത്? എന്തായാലും സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയാണ്. അടിമകളുടെ ചോരത്തിളപ്പ് അതോടെ കെട്ടടങ്ങി. അപ്പോൾ ഇവിടെയാണ് രാഷ്ട്രീയകരണം ഒന്ന് ചിന്തിക്കേണ്ടത്. കോർപ്പറേഷൻ മുൻ കൗൺസിലറും CPM നേതാവുമായിരുന്ന IP ബിനുവിനെ പോലെയുള്ള കടുത്ത നിയമ നടപടികളിലേക്ക് ED കടക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഈ കേസിൽപ്പെട്ട പാവം അണികൾക്ക് വേണ്ടി നമുക്കൊന്ന് അല്പനേരം മൗനപ്രാർത്ഥന നടത്താം. പിന്നെ പാർട്ടിയിലെ വലിയ നേതാക്കൾ ആരെങ്കിലും കോടതിയിൽ വരുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. നേതാക്കളുടെ മക്കൾ ചോദ്യം ചെയ്യലിന് ശേഷം കറുത്ത കാറിൽ സുരക്ഷിതമായി മടങ്ങുമ്പോൾ അവർക്ക് വേണ്ടി ക്രമസമാധാനമൊക്കെ തകർത്ത, അവർക്ക് വേണ്ടി പൊരുതിയ ചോര നീരാക്കിയ അണികൾക്ക് കോടതിയിൽ നിന്ന് പോലും ആശ്വാസം ലഭിക്കില്ല. ആരും ചോദിക്കാൻ വരില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തെരുവിൽ തല്ലുകൂടുന്നത് നേതാക്കളുടെ മക്കളുടെ ആഡംബര ജീവിതം, അതായത് നിങ്ങളെയൊക്കെ പറ്റിച്ച പൈസ മുടക്കി അവർ ജീവിക്കുന്നില്ലേ, അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവസാനം കേസും കൂട്ടവുമായി ജീവിതം നശിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാർട്ടി ഫണ്ടും ഉണ്ടാവില്ല, പാർട്ടി നേതാക്കളും ഉണ്ടാവില്ല, നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടാവില്ല, നിങ്ങൾ എവിടെ എത്താനും പോകുന്നില്ല. അപ്പോൾ ഇനി കേരളം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന വലിയ ചോദ്യത്തിലേക്ക് വരാം.
വീണ വിജയൻ അകത്താകുമോ എന്ന്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തന ശൈലി പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. അവർ പെട്ടെന്നൊരു ദിവസം വന്ന് ആരെയും അറസ്റ്റ് ചെയ്യില്ല. പ്രത്യേകിച്ച് ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെയും പിന്നെ മുൻ മുഖ്യമന്ത്രിയുടെയൊക്കെ കുടുംബാംഗമാകുമ്പോൾ കൃത്യമായ തെളിവുകളില്ലാതെ അവർ എന്തായാലും ഒന്നും ചെയ്യില്ല. ആദ്യം അവർ മൊഴിയെടുക്കും, രേഖകൾ ശേഖരിക്കും, അത് വിശകലനം ചെയ്യും, കൃത്യമായ തെളിവാക്കും, ഒരു ബേസ് ഉണ്ടാക്കും. അതിനുശേഷം പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു പൂട്ടിട്ടങ്ങോട്ട് പൂട്ടും. അതിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമ വേണം, സമയമെടുക്കും. അല്പം കാത്തിരുന്നാലും ഉറപ്പായും ചെയ്തു കൂട്ടിയവർക്കൊക്കെ കിട്ടേണ്ടത് തന്നെ കിട്ടിയിരിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.